അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അൽഗോരിതം ആൻഡ് ഡേറ്റ സ്ട്രക്ചർ ഫോർ എ ലിങ്കിങ് ലോഡർ ആണ്. അപ്പോൾ ലിങ്കിങ് ലോഡറിൻ്റെ ലിങ്കിങ് ഓപ്പറേഷൻ എന്താണ്, റീലൊക്കേഷൻ ഓപ്പറേഷൻ എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ഇനി ഇതിൻ്റെ അൽഗോരിതമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ലിങ്കിങ് ലോഡർ നമ്മുടെ അസംബ്ലറിനെ പോലെ തന്നെ 2 പാസസ് ആണ് എടുക്കുന്നത്. ഫസ്റ്റ് പാസിൽ എന്ത് ചെയ്യും, എല്ലാ എക്സ്റ്റേണൽ സിമ്പിൾസിൻ്റെയും അഡ്രസ്സ് അസൈൻ ചെയ്യുമായിരിക്കും ചെയ്യുക. പാസ് 2 എന്ത് ചെയ്യും, ആക്ച്വൽ ലോഡിങ്, റീലൊക്കേഷൻ ആൻഡ് ലിങ്കിങ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പം ലിങ്കിങ് ലോഡർ 2 പാസസിലാണ് അതിൻ്റെ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നത്. ഫസ്റ്റ് പാസിൽ അതിൻ്റെയും എല്ലാ എക്സ്റ്റേണൽ സിമ്പിൾസിനെയും അഡ്രസ് അസൈൻ ചെയ്ത് പോകും. സെക്കൻഡ് പാസിലായിരിക്കും ആക്ച്വൽ ലോഡിങ്, റീലൊക്കേഷൻ ആൻഡ് ലിങ്കിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിന് യൂസ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം അതൊന്ന് പഠിച്ചിരിക്കണം. അപ്പോൾ ഈ ലിങ്കിങ് ലോഡർ യൂസ് ചെയ്യുന്ന മെയിൻ ഡേറ്റ സ്ട്രക്ചറാണ് ES ടാബ്. ഏതാണ് ES ടാബ്? എന്തായിരിക്കും? എക്സ്റ്റേണൽ സിമ്പിൾ ടേബിൾ. ഓക്കെ, ES ടാബ് ആണ്, എക്സ്റ്റേണൽ സിമ്പിൾ ടേബിൾ ആണ് മെയിൻ ഡേറ്റ സ്ട്രക്ചർ യൂസ്ഡ് ബൈ ലിങ്കിങ് ലോഡർ എന്ന് പറയുന്നത്. ഇതൊരു ഹാഷിംഗ് ടേബിൾ ആണ്. ഓക്കെ, അപ്പം ഈ എന്താണ് ES ടാബ്? ആ പേര് തന്നെ ഉണ്ട്, എക്സ്റ്റേണൽ സിമ്പിൾ ടേബിൾ അല്ലേ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദി നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഈച്ച് എക്സ്റ്റേണൽ സിമ്പിൾ ഇൻ ദി സെറ്റ് ഓഫ് കൺട്രോൾ സെക്ഷൻ ബീങ് ലോഡഡ്. അപ്പം നമുക്കറിയാം ലിങ്കിങ് ലോഡിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാം അല്ലെങ്കിൽ നമുക്കറിയാം എന്താണ് സെറ്റ് ഓഫ് കൺട്രോൾ സെക്ഷൻ ആണല്ലേ. അപ്പോൾ ഓരോ കൺട്രോൾ സെക്ഷനിലെയും എക്സ്റ്റേണൽ സിമ്പിൾസിൻ്റെ നെയിമും അതിൻ്റെ അഡ്രസ്സും ആയിരിക്കും നമ്മുടെ എക്സ്റ്റേണൽ സിമ്പിൾ ടേബിളിലുള്ളത്. സിമ്പിളി എന്താണ് എക്സ്റ്റേണൽ സിമ്പിൾ ടേബിളിലെ എക്സ്റ്റേണൽ സിമ്പിളും അതിൻ്റെ അഡ്രസ്സും ആയിരിക്കും ഉള്ളത്, ആക്ച്വൽ അഡ്രസ്സും ആയിരിക്കും ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ഡേറ്റ സ്ട്രക്ചർ യൂസ്ഡ് ബൈ ലിങ്കിങ് ലോഡർ എന്ന് പറയുന്നത്. ഇതാണ് ES ടാബ്. ഇനി ഇത് കൂടാതെ 2 വേരിയബിൾ കൂടി നമ്മുടെ ലിങ്കിങ് ലോഡർ യൂസ് ചെയ്യുന്നുണ്ട്, പ്രോഗ്രാം അഡ്രസ് ആൻഡ് CS അഡ്രസ്. പ്രോഗ്രാം അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആക്ച്വലി നമ്മുടെ ലിങ്ക് ചെയ്ത പ്രോഗ്രാം, നമ്മൾ പറഞ്ഞു സെറ്റ് ഓഫ് ഒബ്ജക്റ്റ് പ്രോഗ്രാം ആണ് ലിങ്കിങ് ലോഡർ ഇൻപുട്ട്. ഇതിനെയെല്ലാം ലിങ്ക് ചെയ്തിട്ട് ഒന്നിച്ചായിരിക്കും ലോഡ് ചെയ്യുന്നത് അല്ലേ. അപ്പം അത് ലോഡ് ചെയ്യാനായിട്ട് എടുക്കുന്ന ആ സ്റ്റാർട്ടിങ് അഡ്രസ്സിനെയാണ് നമ്മൾ പ്രോഗ്രാം അഡ്രസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ദി ബിഗിനിങ് അഡ്രസ് ഇൻ മെമ്മറി വേർ ദി ലിങ്ക്ഡ് പ്രോഗ്രാം ഈസ് ടു ബി ലോഡഡ്. നമ്മുടെ ലിങ്ക് ചെയ്ത പ്രോഗ്രാമിനെ ലോഡ് ചെയ്യുന്നത് ഏത് മെമ്മറി അഡ്രസ്സിലാണോ ആ സ്റ്റാർട്ടിങ് മെമ്മറി അഡ്രസ്സിനെയാണ് പ്രോഗ്രാം അഡ്രസ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഈ പ്രോഗ്രാം അഡ്രസ്സ് ആരായിരിക്കും സപ്ലൈ ചെയ്യുന്നത്? OS ആയിരിക്കും സപ്ലൈ ചെയ്യുന്നത്. അപ്പം മെമ്മറിയുടെ അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ട് OS സപ്ലൈ ചെയ്യുന്ന അഡ്രസ്സാണ് പ്രോഗ്രാം അഡ്രസ്സ്. ആ പ്രോഗ്രാം അഡ്രസ്സിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെ ലിങ്ക് ചെയ്ത് ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു എക്സാമ്പിളിൽ പ്രോഗ്രാം എ, പ്രോഗ്രാം ബി, പ്രോഗ്രാം സി എന്ന് പറയുന്ന 3 കൺട്രോൾ സെക്ഷൻ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഫസ്റ്റ് കൺട്രോൾ സെക്ഷൻ ഏതാണ്? പ്രോഗ്രാം എ ആണ്. അപ്പോൾ ആ ഫസ്റ്റ് കൺട്രോൾ സെക്ഷനെ ആയിരിക്കും ഈ പ്രോഗ്രാം അഡ്രസ്സിലേക്ക് ലോഡ് ചെയ്യുന്നത്. കണ്ടതല്ലേ നമ്മൾ? അതിനുശേഷമാണ് ആ ഒരു കൺട്രോൾ സെക്ഷൻ്റെ കംപ്ലീറ്റ് കഴിയുമ്പോഴായിരിക്കും പ്രോഗ്രാം ബി കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോർ ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാം സിയുടെ ഒബ്ജക്റ്റ് കോഡുകൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം പ്രോഗ്രാം അഡ്രസ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് കൺട്രോൾ സെക്ഷൻ്റെ അഡ്രസ്സും ആയിരിക്കും. ഓക്കെ, ഇനി CS അഡ്രസ് എന്തായിരിക്കും? കൺട്രോൾ സെക്ഷൻ്റെ അഡ്രസ് അല്ലേ. കണ്ടെയ്നിങ് ദി സ്റ്റാർട്ടിംഗ് അഡ്രസ് അസൈൻഡ് ടു ദി കൺട്രോൾ സെക്ഷൻ കറന്റ് ബീങ് സ്കാൻഡ് ബൈ ദി ലോഡർ. അപ്പം നമ്മൾ പറഞ്ഞു CS അഡ്രസ് എന്ന് പറഞ്ഞാൽ ഓരോ കൺട്രോൾ സെക്ഷൻ്റെയും അഡ്രസ്സാണ്. അപ്പം നമുക്ക് 3 പ്രോഗ്രാം ഉണ്ട്, പ്രോഗ്രാം എ, പ്രോഗ്രാം ബി, പ്രോഗ്രാം സി. അപ്പം നമുക്കൊരു ഇപ്പോൾ 4000 ആണ് OS സപ്ലൈ ചെയ്യുന്ന പ്രോഗ്രാം അഡ്രസ് എങ്കിൽ 4000-ലായിരിക്കും നമ്മുടെ പ്രോഗ്രാം എ എന്ന് പറയുന്ന കൺട്രോൾ സെക്ഷൻ ലോഡ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ലെങ്ത് 63 ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം എയുടെ കംപ്ലീറ്റ് സ്റ്റോറേജ് കഴിഞ്ഞിട്ടാണല്ലോ പ്രോഗ്രാം ബി സ്റ്റോർ ചെയ്യുന്നത്. അപ്പം അത് 4000-ലാണ് ലോഡ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിൽ അതിൻ്റെ ലെങ്ത് 63 ആണെങ്കിൽ 4063-ലായിരിക്കും അടുത്ത കൺട്രോൾ സെക്ഷൻ, അതായത് പ്രോഗ്രാം ബി ബിഗിൻ ചെയ്യും. ഓക്കെ, ആ ഒരു കാര്യം നേരത്തെ പറഞ്ഞാണ്, നോക്കിയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് ലിങ്കിങ് ലോഡറിൻ്റെ പാസ് 1 ആണ്. പാസ് 1 അൽഗോരിതം ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ പാസ് 1-ൽ എന്താണ് ചെയ്യുന്നത്? ആക്ച്വലി നമ്മൾ പറഞ്ഞു പാസ് 1-ലാണ് എല്ലാ എക്സ്റ്റേണൽ സിമ്പിൾസിനും അഡ്രസ് അസൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പാസ് 2-ലായിരിക്കും ആക്ച്വൽ ലോഡിങ്, റീലൊക്കേഷൻ, ലിങ്കിങ് എല്ലാം നടക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം പാസ് 1-ൻ്റെ പ്രധാന പരിപാടി എന്താണ്. നമ്മുടെ ES ടാബിലേക്ക് എക്സ്റ്റേണൽ സിമ്പിൾസിനെയൊക്കെ അതിൻ്റെ അഡ്രസ്സുമായിട്ട് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ എക്സ്റ്റേണൽ സിമ്പിൾസിനും അഡ്രസ് അസൈൻ ചെയ്യുക എന്നുള്ളതാണ് പാസ് 1-ൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, നമുക്കറിയാം ലിങ്കിങ് ലോഡറിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഒബ്ജക്റ്റ് പ്രോഗ്രാമാണ് അല്ലേ. ഹെഡർ, ഡിഫൈൻ, റഫർ, ടെക്സ്റ്റ് റെക്കോർഡ്, മോഡിഫിക്കേഷൻ റെക്കോർഡ് ഒക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒബ്ജക്റ്റ് പ്രോഗ്രാമാണ് പാസ് 1-ൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പാസ് 1
രണ്ട് കാര്യങ്ങൾ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. പ്രധാനമായിട്ടും അത് ഹെഡർ റെക്കോർഡ് ആൻഡ് ഡിഫൈൻ റെക്കോർഡിനെ മാത്രമാണ് കൺസിഡർ ചെയ്യുക. ഏതൊക്കെ റെക്കോർഡാണ്? ഹെഡർ റെക്കോർഡ്, ഡിഫൈൻ റെക്കോർഡ്. അപ്പം പാസ് വണ്ണിലാണ് നമ്മുടെ എക്സ്റ്റേണൽ സിമ്പിൾ ടേബിളിലേക്ക് എൻട്രീസ് മെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ സിമ്പിൾസിൻ്റെ കാര്യം മാത്രം ഇതിൽ നോക്കിയാൽ മതി. അതുകൊണ്ട് അത് ഹെഡർ ആൻഡ് ഡിഫൈൻ റെക്കോർഡിനെ മാത്രമായിരിക്കും പാസ് വണ്ണിൽ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ എന്താ നടക്കുന്നതെന്ന് നോക്കാം. ദി കൺട്രോൾ സെക്ഷൻ നെയിം ഫ്രം ഹെഡർ റെക്കോർഡ് ഈസ് എൻറ്റേർഡ് ഇൻ ടു ES tab വിത്ത് ദി വാല്യൂ ഗിവൻ ബൈ CS അഡ്രസ്. നമുക്കറിയാം, നമ്മൾ ഒരു ഒബ്ജക്റ്റ് പ്രോഗ്രാമിൻ്റെ ഹെഡർ റെക്കോർഡ് കണ്ടു കഴിയുമ്പോൾ ആ ഹെഡർ റെക്കോർഡിൽ നിന്ന് നമ്മുടെ പാസ്വേഡ് എന്താ ചെയ്യുന്നത്, എന്തൊക്കെ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും ഹെഡർ റെക്കോർഡിൽ നിന്ന്? ആ പ്രോഗ്രാമിൻ്റെ നെയിം, അതിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്, ആ പ്രോഗ്രാമിൻ്റെ ലെങ്ത്, ഇത്രയും കിട്ടും അല്ലേ? അപ്പം ഹെഡർ റെക്കോർഡ് കിട്ടിക്കഴിയുമ്പം ആ കൺട്രോൾ സെക്ഷൻ അല്ലെങ്കിൽ ആ പ്രോഗ്രാം നെയിം എന്ത് ചെയ്യും? നമ്മുടെ എക്സ്റ്റേണൽ സിമ്പിൾ ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, വിത്ത് ദി വാല്യൂ ഗിവൻ ബൈ ദി CS അഡ്രസ്. അതായത് ആ കൺട്രോൾ സെക്ഷൻ്റെ നെയിമും ആ കൺട്രോൾ സെക്ഷൻ്റെ അഡ്രസ്സും കൂടെ നമ്മുടെ ES ടാബിലേക്ക് ഇൻസേർട്ട് ചെയ്യുമായിരിക്കും ചെയ്യുക. അതിനുള്ള നെസസറി ഇൻഫർമേഷൻ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഹെഡർ റെക്കോർഡിൽ നിന്ന് കിട്ടും. അപ്പം അതാണ് നമ്മുടെ പാസ് വണ്ണിലെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മുടെ ഹെഡർ റെക്കോർഡ്, പ്രോഗ്രാം എയുടെ ഹെഡർ റെക്കോർഡാണ് ഈ തന്നിരിക്കുന്നത്. H പ്രോഗ്രാം എ, അതിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്, അതിൻ്റെ ലെങ്ത് ആണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആക്ച്വലി എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ നമുക്കറിയാം കൺട്രോൾ സെക്ഷൻ്റെ നെയിം പ്രോഗ്രാം എ ആണെന്നറിയാം. അപ്പം നമ്മുടെ OS സപ്ലൈ ചെയ്തിരിക്കുന്ന അഡ്രസ്സ് എന്ന് പറയുന്നത് 4000 ആണ് കരുതുക. ഓക്കെ, OS കൊടുത്തിരിക്കുന്ന അഡ്രസ് 4000 ആണ്. അപ്പോൾ ഈ പ്രോഗ്രാം എ ആണ് നമ്മുടെ ആദ്യത്തെ കൺട്രോൾ സെക്ഷൻ, അതിനെയാണ് 4000 ലോഡ് ചെയ്യുന്നത് ആണല്ലോ. അപ്പം എന്തായിരിക്കും ചെയ്യുന്നത്? ഈ പ്രോഗ്രാം എ, PROGA എന്നുള്ള കൺട്രോൾ സെക്ഷൻ്റെ നെയിമും 4000 എന്ന് പറയുന്ന അതിനെ ലോഡ് ചെയ്യാൻ പോകുന്ന ആക്ച്വൽ അഡ്രസ്സും എവിടെ സ്റ്റോർ ചെയ്യും? നമ്മുടെ എക്സ്റ്റേണൽ സിമ്പിൾ ടേബിളിൽ സ്റ്റോർ ചെയ്യും. ഇനി ഈ പ്രോഗ്രാം എയുടെ ലെങ്ത് 63 എന്നുള്ളതും ഹെഡർ റെക്കോർഡിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പം മനസ്സിലായല്ലോ. കൺട്രോൾ സെക്ഷൻ്റെ നെയിമും അതിൻ്റെ അഡ്രസ്സും നമ്മുടെ എവിടെയാണ്? ES ടാബിൽ സ്റ്റോർ ചെയ്തു. ഓൾ എക്സ്റ്റേണൽ സിമ്പിൾസ് അപ്പിയറിംഗ് ഇൻ ദി ഡിഫൈൻ റെക്കോർഡ് ആർ ഓൾസോ എൻറ്റേർഡ് ഇൻ ടു ES tab. ഇനി എന്താ ചെയ്യുന്നത്? അത് കഴിഞ്ഞിട്ട് ഡിഫൈൻ റെക്കോർഡ് ഉണ്ടല്ലേ, ആ ഡിഫൈൻ റെക്കോർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഏതൊക്കെ എക്സ്റ്റേണൽ സിമ്പിൾസ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അതിൻ്റെ ആ ഒരു റിലേറ്റീവ് അഡ്രസ്സും ഉണ്ടായിരിക്കും. അപ്പോൾ നോക്കിക്കേ, ലിസ്റ്റ് A എന്നുള്ളത് ഡിഫൈൻ റെക്കോർഡ് നോക്കട്ടോ. ഡിഫൈൻ റെക്കോർഡിൽ ലിസ്റ്റ് A ഉണ്ട്, അതുപോലെ അതിൻ്റെ റിലേറ്റീവ് അഡ്രസ് 40 ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും ചെയ്യുന്നത്? പാസ് വണ്ണിൽ ഈ ലിസ്റ്റ് എനെ എവിടെ സ്റ്റോർ ചെയ്യും? നമ്മുടെ ES ടാബിൽ സ്റ്റോർ ചെയ്യും. വിത്ത് അതിൻ്റെ ആക്ച്വൽ അഡ്രസ്സ് ആണ് കേട്ടോ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ലിസ്റ്റ് എ അതിൻ്റെ ആക്ച്വൽ അഡ്രസ്സ് എങ്ങനെ കിട്ടും? ഈ കൺട്രോൾ സെക്ഷൻ ലോഡ് ചെയ്തിരിക്കുന്ന 4000 അപ്പം റിലേറ്റീവ് അഡ്രസ് 40 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ 4040 നമ്മുടെ ലിസ്റ്റ് എ എടുക്കുന്നത് അല്ലേ? അപ്പം എന്താണ്? ലിസ്റ്റ് എ വിത്ത് അഡ്രസ് 4040 ആയിരിക്കും എവിടെ സ്റ്റോർ ചെയ്യുക? ES ടാബിൽ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, all external symbols appearing in the defined record are also entered into ES tab. Their address are obtained by adding the values specified in the defined record to CS address. Control section the address plus a specified relative address would add ചെയ്തിട്ടായിരിക്കും ഓരോ external symbolsന്റെയും അഡ്രസ്സ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ആ അഡ്രസ്സാണ്, ആ ആക്ച്വൽ അഡ്രസ്സാണ് നമ്മുടെ ES ടാബിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. ഇനി when the end record is read, അപ്പോൾ ഇങ്ങനെ എല്ലാ നമ്മുടെ ഡിഫൈൻ റെക്കോർഡിലുള്ള എല്ലാ സിമ്പിൾസിനെയും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും ES ടാബിൽ. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് എൻഡ് റെക്കോർഡ് കാണുന്നത് ആ സമയത്ത് ഒരു കാര്യം കൂടി ചെയ്യും. എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അപ്പം നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു പ്രോഗ്രാം 4000 തുടങ്ങിയത്. അതായത് നമ്മുടെ OS സപ്ലൈ ചെയ്ത പ്രോഗ്രാം അഡ്രസ് 4000 ആണ്. അപ്പം ഫസ്റ്റ് CS അഡ്രസ്, ഫസ്റ്റ് കൺട്രോൾ സെക്ഷൻ്റെ അഡ്രസ് എന്ന് പറയുന്നത് ഈ 4000 ആയിരിക്കും ആണല്ലോ. അപ്പം നമ്മൾ പ്രോഗ്രാം 4000 അതിൻ്റെ അഡ്രസ്സ് 4000 നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ലെങ്ത് 63 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു പ്രോഗ്രാം എയുടെ എൻഡ് റെക്കോർഡ് കാണുമ്പോഴത്തേനും ഈ CS അഡ്രസ്, കറണ്ട് കൺട്രോൾ സെക്ഷൻ്റെ അഡ്രസ് 4000 പ്ലസ് 4000 ആണ്. ആ 4000 പ്ലസ് CS ലെങ്ത്, നമുക്ക് നമ്മുടെ ഹെഡർ റെക്കോർഡിൽ നിന്ന് അതിൻ്റെ ലെങ്ത് കിട്ടി. ആ കൺട്രോൾ സെക്ഷൻ്റെ ലെങ്ത് എത്രയായിരുന്നു? 63 ആണ് അല്ലേ? 63 കൂടെ ആഡ് ചെയ്യും. അപ്പോൾ 4063 കിട്ടും. 4063 കിട്ടി അല്ലേ? അപ്പം ഇതായിരിക്കും അടുത്ത കൺട്രോൾ സെക്ഷൻ, അതായത് പ്രോഗ്രാം B എന്ന് പറയുന്ന കൺട്രോൾ സെക്ഷൻ്റെ അഡ്രസ്സ് എന്ന് CS അഡ്രസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയാണ്? അപ്പം നമ്മൾ പറഞ്ഞു ആദ്യത്തെ കൺട്രോൾ സെക്ഷന് അഡ്രസ്സ് നമ്മുടെ OS ഏതാണോ സപ്ലൈ ചെയ്യുന്ന പ്രോഗ്രാം അഡ്രസ്സ്, ആ പ്രോഗ്രാം അഡ്രസ്സ് തന്നെയായിരിക്കും ഫസ്റ്റ് കൺട്രോൾ സെക്ഷൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്. ആ ഫസ്റ്റ് കൺട്രോൾ സെക്ഷൻ്റെ ബിഗിനിങ് അഡ്രസ് പ്ലസ് അതിൻ്റെ ലെങ്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് കൺട്രോൾ സെക്ഷൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്. ഓക്കെ, ആണല്ലോ. അപ്പം
ഇതായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് കൺട്രോൾ സെക്ഷൻ എടുക്കും, അതിൻ്റെ അഡ്രസ്സ് ES ടാബിലേക്ക് സ്റ്റോർ ചെയ്യും വിത്ത് കൺട്രോൾ സെക്ഷൻ നെയിം. അത് കഴിഞ്ഞിട്ട് അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഓരോ എക്സ്റ്റേണൽ സിംബൽസും അതിൻ്റെ ആക്ച്വൽ അഡ്രസ്സും കൂടി ES ടാബിലേക്ക് സ്റ്റോർ ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. അതിൽ എത്ര ഒബ്ജക്റ്റ് പ്രോഗ്രാം ഉണ്ടോ അത്രയും ഒബ്ജക്റ്റ് പ്രോഗ്രാമിലും. ഓക്കെ, ഇനി ഫൈനലി നമ്മുടെ പാസ്1ന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ചില ലോഡേഴ്സ് ലോഡ് മാപ്പ് ജനറേറ്റിംഗ് കേട്ടോ. ലോഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ES ടാബിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്പ്ലേ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അതാണ് ലോഡ് മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ കണ്ട എക്സാമ്പിൾ 3 കൺട്രോൾ സെക്ഷൻ ഉണ്ട്, പ്രോഗ്രാം എ, പ്രോഗ്രാം ബി, പ്രോഗ്രാം സി അല്ലേ. അപ്പോൾ കണ്ടോ, നമ്മുടെ OS സപ്ലൈ ചെയ്ത അഡ്രസ് പ്രോഗ്രാം അഡ്രസ്സ് 4000 ആണ്. അപ്പോൾ അതാണ് പ്രോഗ്രാം എക്ക് അസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രോഗ്രാം എ അതിൻ്റെ അഡ്രസ് 4000 ആണ്. അതിൻ്റെ ലെങ്ത് ഇൻഫർമേഷൻ കൂടി ഈ ലോഡ് മാപ്പിൻ്റെ അകത്തുണ്ടായിരിക്കും. അതായത് ലെങ്ത് എത്രയാണ് 0063. ഇനി ആ പ്രോഗ്രാം എയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സിമ്പിൾസ് ഏതൊക്കെയാണ് ലിസ്റ്റ് ചെയ്യും എൻഡ് ചെയ്യുമല്ലേ, വിത്ത് അതിൻ്റെ ആക്ച്വൽ അഡ്രസ്സും കാണാം. ഓക്കെ, ഇനി പ്രോഗ്രാം ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4000 പ്ലസ് അതിൻ്റെ ലെങ്ത് 63 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4063 കിട്ടി. അവിടെയാണ് പ്രോഗ്രാം ബി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ലെങ്ത് ഇൻഫർമേഷൻ ഉണ്ട്. അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ലിസ്റ്റ് ബിയും അതിൻ്റെ അഡ്രസ്സും എൻഡ് ബിയും അതിൻ്റെ ആക്ച്വൽ അഡ്രസ്സും ഉണ്ട്. ഓക്കെ, ഇനി പ്രോഗ്രാം സി എന്ന് പറയുന്ന കൺട്രോൾ സെക്ഷൻ അതിൻ്റെ അഡ്രസ്സ്, ഈ അഡ്രസ്സ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രോഗ്രാം ബിയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ് 4063 പ്ലസ് അതിൻ്റെ ലെങ്ത് ആയ 0075 ചെയ്യുമ്പോൾ നമുക്ക് പ്രോഗ്രാം സിയുടെ അഡ്രസ്സായ 4082 കിട്ടും. അതിൻ്റെ ലെങ്ത് കൊണ്ട് പിന്നെ അവിടെ ഉള്ള സിമ്പിൾസും വിത്ത് അതിൻ്റെ ആക്ച്വൽ അഡ്രസ്സ് കൂടി ആയിരിക്കും ലോഡ് മാപ്പിൽ ഉണ്ടാകും. അപ്പോൾ ലോഡ് മാപ്പിൽ കൺട്രോൾ സെക്ഷനും അതിൻ്റെ അഡ്രസ്സും അതിൻ്റെ ലിങ്കും ഓരോ കൺട്രോൾ സെക്ഷനിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സിമ്പിൾസ് അതിൻ്റെ ആക്ച്വൽ അഡ്രസ്സ് ആ ഇൻഫർമേഷൻ ആയിരിക്കും പാസ്1 തരുന്നത്. അപ്പം മനസ്സിലായല്ലോ. അപ്പോൾ പ്രധാനമായിട്ട് പാസ്1ന്റെ പരിപാടി എല്ലാ എക്സ്റ്റേണൽ സിമ്പിൾസിനും അഡ്രസ് അസൈൻ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പാസ്1ന്റെ അൽഗോരിതം. ഓക്കെ, നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ്. ലിങ്കിങ് ലോഡറിന്റെ പാസ്1 അൽഗോരിതമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. അപ്പം നോക്കാം. അപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ടത് നമ്മുടെ ലിങ്കിങ് ലോഡറിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, സെറ്റ് ഓഫ് ഒബ്ജക്റ്റ് പ്രോഗ്രാം ആയിരിക്കും. അത് ഓർത്തിരിക്കണേ. സിംഗിൾ ഒബ്ജക്റ്റ് പ്രോഗ്രാം ആണോ? അല്ല, സെറ്റ് ഓഫ് ഒബ്ജക്റ്റ് പ്രോഗ്രാംസ് ആയിരിക്കും നമ്മുടെ ലിങ്ക് ലോഡറിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അൽഗോരിതം നോക്കാം. ബിഗിൻ ചെയ്തു ഗെറ്റ് പ്രോഗ്രാം അഡ്രസ് ഫ്രം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മൾ പറഞ്ഞു OS ആണ് പ്രോഗ്രാം അഡ്രസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ലിങ്ക് ചെയ്ത പ്രോഗ്രാമിന് ലോഡ് ചെയ്യാനായിട്ടുള്ള അഡ്രസ്സ് കൊടുക്കുന്നത് OS ആണ്. അപ്പോൾ നമ്മുടെ OS ഇപ്പോൾ സപ്പോസ് 4000 കൊടുത്തെന്ന് വെച്ചു. OS സപ്ലൈ ചെയ്ത അഡ്രസ്സ് 4000 ആണ്. അപ്പോൾ പ്രോഗ്രാം അഡ്രസ്സ് 4000 ആണ്. സെറ്റ് CS അഡ്രസ് ടു പ്രോഗ്രാം അഡ്രസ്. അപ്പം നമ്മൾ പറഞ്ഞു ആദ്യത്തെ കൺട്രോൾ സെക്ഷൻ്റെ അഡ്രസ്സ് എന്തായിരിക്കും, ആ പ്രോഗ്രാം അഡ്രസ്സ് തന്നെയായിരിക്കും. ഇവിടെ അപ്പം CS അഡ്രസ്സ് പ്രോഗ്രാം അഡ്രസ്സായിട്ട് സെറ്റ് ചെയ്യും. അതായത് എത്രയാണ് പ്രോഗ്രാം അഡ്രസ്സ് 4000 ആണ്. അപ്പോൾ CS അഡ്രസ്സ് എന്ന് പറയുന്നതും എന്തായിരിക്കും 4000 ആയിരിക്കും. ഓക്കെ, എത്ര ഓക്കെ ആയാലോ. അപ്പോൾ ഫസ്റ്റ് കൺട്രോൾ സെക്ഷൻ്റെ അഡ്രസ്സ് നമ്മുടെ OS സപ്ലൈ ചെയ്ത പ്രോഗ്രാം അഡ്രസ്സായ 4000 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. വൈൽ നോട്ട് എൻഡ് ഓഫ് ഇൻപുട്ട് ഡു. അപ്പം നമ്മുടെ എന്താണ് ഇൻപുട്ട് ഫയലിൻ്റെ എൻഡ് വരെ നമ്മൾ താഴെ പറയുന്ന സ്റ്റെപ്പുകൾ പെർഫോം ചെയ്യണം. ബിഗിൻ റീഡ് നെക്സ്റ്റ് ഇൻപുട്ട് റെക്കോർഡ്. ഓക്കെ, അപ്പം നമ്മുടെ നെക്സ്റ്റ് ഇൻപുട്ട് റെക്കോർഡ് റീഡ് ചെയ്യണം. ഇപ്പോൾ സപ്പോസ് ഞാൻ പ്രോഗ്രാം എയുടെ റെസ്പോണ്ടിങ് ഒബ്ജക്റ്റ് പ്രോഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം അടുത്ത ഇൻപുട്ട് റെക്കോർഡ് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏതാണ്, ഹെഡർ റെക്കോർഡാണ് കിട്ടുന്നത്. ഹെഡർ റെക്കോർഡ് കിട്ടും. അപ്പം പ്രോഗ്രാം എയുടെ ഹെഡർ റെക്കോർഡാണ് റീഡ് ചെയ്തത്. ഇനി സെറ്റ് CS ലെങ്ത് ടു കൺട്രോൾ സെക്ഷൻ ലെങ്ത്. എന്നിട്ട് ആദ്യം തന്നെ ചെയ്യുന്നത് എന്താണ്, കൺട്രോൾ സെക്ഷൻ്റെ ലെങ്ത് നമുക്ക് ഹെഡർ റെക്കോർഡിൽ നിന്ന് കിട്ടുമല്ലോ. ഏതാണ് നമ്മുടെ ഈ പ്രോഗ്രാമയുടെ ലെങ്ത് എത്രയാണ്, 63 ആണ് അല്ലേ. അപ്പം അത് എവിടേക്ക് സ്റ്റോർ ചെയ്തു, CS ലെങ്ത് കൺട്രോൾ സെക്ഷൻ ലെങ്തിലേക്ക് സ്റ്റോർ ചെയ്തു. അപ്പോൾ CS ലെങ്ത് ഈക്വൽ ടു എത്രയായിരിക്കും, 63 ആയിരിക്കും. CSLTH ആ വേരിയബിളിലേക്ക് നമ്മൾ നമ്മുടെ ഹെഡർ റെക്കോർഡിൽ നിന്ന് കിട്ടിയ ലെങ്ത് സ്റ്റോർ ചെയ്തു. 63 CS ലെങ്തിലുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി സെർച്ച് ES ടാബ് ഫോർ കൺട്രോൾ സെക്ഷൻ നെയിം. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ എക്സ്റ്റേണൽ സിമ്പിൾ ടേബിളിൽ ഈ കൺട്രോൾ സെക്ഷൻ്റെ നെയിം ഓൾറെഡി ഉണ്ടോ എന്ന് നോക്കുവാണ്. ES ടാബിൽ നോക്കുവാണ്. അപ്പോൾ നമ്മുടെ കൺട്രോൾ സെക്ഷൻ്റെ നെയിം ഏതാണ്, പ്രോഗ്രാം എ ആണ് അല്ലേ, PROGA. ഈ PROGA ഓൾറെഡി നമ്മുടെ ES ടാബിൽ ഉണ്ടോ എന്ന് നോക്കുവാണ്. ഉണ്ടോ, ഇല്ലല്ലോ, ഇല്ല. അപ്പം അഥവാ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, എറർ ആയിരിക്കും അല്ലേ, ഡ്യൂപ്ലിക്കേറ്റ് എക്സ്റ്റേണൽ സിമ്പിൾ ആയിരിക്കും. അപ്പോൾ ഈ നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാമാണ്. പ്രോഗ്രാം എ ഓൾറെഡി നമ്മുടെ സിമ്പിൾ എക്സ്റ്റേണൽ സിമ്പിൾ ടേബിളിൽ ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, എൽസ് പാർട്ടിലേക്ക് കിടക്കും. എൻ്റർ കൺട്രോൾ സെക്ഷൻ നെയിം ടു ES ടാബ് വിത്ത് വാല്യൂ CS അഡ്രസ്. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ എക്സ്റ്റേണൽ സിമ്പിൾ ടേബിളിൽ ഈ കൺട്രോൾ സെക്ഷൻ്റെ നെയിമും
അതിൻ്റെ അഡ്രസ്സും കൂടി സ്റ്റോർ ചെയ്യും. അപ്പോൾ ഏതാണ് കൺട്രോൾ സെക്ഷൻ നെയിം? PROGA ആണ് അല്ലേ, PROGA. അതിൻ്റെ അഡ്രസ്സ് ഏതാണ്? ഇപ്പോഴത്തെ CS അഡ്രസ്സ് എത്രയാണ്? 4000 ആണ്. 4000 കൂടി സ്റ്റോർ ചെയ്തു. കണ്ടോ, കൺട്രോൾ സെക്ഷൻ നെയിം അതിൻ്റെ അഡ്രസ്സ് കൂടി സ്റ്റോർ ചെയ്തു. അതാണ് അതിൻ്റെ ആക്ച്വൽ അഡ്രസ്സ് അല്ലേ. CS അഡ്രസ്സ് ആണ് അവിടെ 4000, അതാണ് ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പം എൻ്റർ കൺട്രോൾ സെക്ഷൻ നെയിം ഇൻറ്റു ES ടാബ് വിത്ത് വാല്യൂ CS അഡ്രസ്സ്. ഓക്കെ ആയല്ലോ. ഇനി എന്താ ചെയ്യുന്നത്? വൈൽ റെക്കോർഡ് ടൈം നോട്ട് ഈക്വൽ ടു എൻഡ്, നമ്മുടെ എൻഡ് ഓഫ് റെക്കോർഡ് വരെ പോകണം. ഒരു വയലിലേക്ക് കിടക്കണം. ഡു ബിഗിൻ റീഡ് നെക്സ്റ്റ് ഇൻപുട്ട് റെക്കോർഡ്, അടുത്ത ഇൻപുട്ട് റെക്കോർഡ് റീഡ് ചെയ്യും. അടുത്ത ഇൻപുട്ട് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഏതാ? ഹെഡറാണ് റീഡ് ചെയ്തത്, ഹെഡർ റെക്കോർഡാണ് റീഡ് ചെയ്തത്. ഇനി ഡിഫൈൻ റെക്കോർഡ്, അടുത്ത ഇൻപുട്ട് റെക്കോർഡാണ് ഡിഫൈൻ റെക്കോർഡ്, അത് റീഡ് ചെയ്തു. എന്നിട്ട് ഇഫ് റെക്കോർഡ് ടൈപ്പ് ഈക്വൽ ടു D, റെക്കോർഡ് ടൈപ്പ് D ആണോ എന്ന് നോക്കി. അതേ, റെക്കോർഡ് ടൈപ്പ് D ആണ്. ദെൻ ഫോർ ഈച്ച് സിമ്പിൾ ഇൻ ദ റെക്കോർഡ് ഡു, ഓരോ സിമ്പിളും ആ ഒരു ഡിഫൈൻ റെക്കോർഡിലുള്ള ഓരോ സിമ്പിളിലും താഴെ പറയുന്ന സ്റ്റെപ്പ് പെർഫോം ചെയ്യണം. എന്തൊക്കെയാണ്? ബിഗിൻ സെർച്ച് ES ടാബിൾ ഫോർ സിമ്പിൾ നെയിം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡിഫൈൻ റെക്കോർഡിൽ ലിസ്റ്റ് A ആണ് ആദ്യം കിടക്കുന്നത്. എന്ത് ചെയ്യും? ലിസ്റ്റ് A എന്ന് പറയുന്നത് ആ സിമ്പിൾ നമ്മുടെ ES ടാബിൽ ഉണ്ടോ എന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. ഉണ്ടോ? ഇല്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ എറർ ആയിരിക്കും, ഡ്യൂപ്ലിക്കേറ്റ് എക്സ്റ്റേണൽ സിമ്പിൾ ആയിരിക്കും. ഇല്ല, അപ്പോൾ ഇല്ലാത്തപ്പോൾ എൽസിലേക്ക് കിടക്കും. എൻ്റർ സിമ്പിൾ ഇൻറ്റു ES ടാബ് വിത്ത് വാല്യൂസ് CS അഡ്രസ് പ്ലസ് ഇൻഡിക്കേറ്റഡ് അഡ്രസ്. അപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഈ ലിസ്റ്റ് A എന്ന് പറയുന്ന ആ സിമ്പിളിനെ എന്ത് ചെയ്യണം? നമ്മുടെ എക്സ്റ്റേണൽ സിമ്പിൾ ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യണം അല്ലേ. ലിസ്റ്റ് A ആണ്, അതാണ് നമ്മുടെ സിമ്പിൾ. അതിനെ ഇൻസേർട്ട് ചെയ്യണം. അതിൻ്റെ അഡ്രസ്സ് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? നോക്കിക്കേ, ഇവിടെ അതിൻ്റെ റിലേറ്റീവ് അഡ്രസ്സ് തന്നിട്ടുണ്ട് 40. അതായത് 0-ൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലിസ്റ്റ് Aയുടെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 40-ലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആക്ച്വൽ അഡ്രസ്സ് നമുക്കറിയാം, ഈ പ്രോഗ്രാമിനെ ലോഡ് ചെയ്തിരിക്കുന്ന 4000-ലാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ആക്ച്വൽ അഡ്രസ്സ് എത്രയായിരിക്കും? 4000 പ്ലസ് അതിൻ്റെ റിലേറ്റീവ് അഡ്രസ് 40, അതായത് 4040-ലായിരിക്കും. അപ്പം ഈ ലിസ്റ്റ് Aയുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? CS അഡ്രസ് എത്രയാണ്? 4000 പ്ലസ് ഇൻഡിക്കേറ്റഡ് അഡ്രസ് എത്രയാണ്? 40 അല്ലേ നമുക്ക് തന്നിരിക്കുന്നത്, 40. അപ്പോൾ 4000 പ്ലസ് 40, 4040-ലായിരിക്കും ലിസ്റ്റ് A ഉണ്ടാവും. ഓക്കെ, അപ്പം എന്ത് ചെയ്യും? നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഡിഫൈൻ റെക്കോർഡ് തന്നിരിക്കുന്ന ഫസ്റ്റ് സിമ്പിൾ എടുത്തു, നമ്മുടെ ES ടാബിൽ ഉണ്ടോ എന്ന് നോക്കി. ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെ ഇൻസേർട്ട് ചെയ്തു, ലിസ്റ്റ് A എന്ന് പറയുന്ന സിമ്പിളിനെ ഇൻസേർട്ട് ചെയ്തു. അതിൻ്റെ ആക്ച്വൽ അഡ്രസ്സോട് കൂടിയാണ് ഇൻസേർട്ട് ചെയ്തത്. ആക്ച്വൽ അഡ്രസ്സ് കിട്ടുന്നത് എങ്ങനെയാണ്? അത് ഏത് കൺട്രോൾ സെക്ഷനിലാണോ ആ കൺട്രോൾ സെക്ഷൻ്റെ ബിഗിനിങ് അഡ്രസ് പ്ലസ് നമ്മുടെ ഡിഫൈൻ റെക്കോർഡിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള അതിൻ്റെ റിലേറ്റീവ് അഡ്രസ്സ് കൂടെ ആഡ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന അഡ്രസ്സ് ആയിരിക്കും അതിൻ്റെ ആക്ച്വൽ അഡ്രസ്സ്. അത് നമ്മൾ സ്റ്റോർ ചെയ്തു. എഗെയിൻ വന്നു, ഈ ലൂപ്പ് തന്നെ എക്സിക്യൂട്ട് ചെയ്യും അല്ലേ. ഇവിടേക്ക് തിരിച്ചു വന്നു. ഫോർ ഈച്ച് സിമ്പിൾ ഇൻ ദ റെക്കോർഡ് ഈ സ്റ്റെപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത സിമ്പിൾ എടുക്കും. ഏതാണ്? എൻഡ് A ആണ് ഡിഫൈൻ റെക്കോർഡിലെ അടുത്ത സിമ്പിൾ. അപ്പോൾ എൻഡ് A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 54 ആണ് അതിൻ്റെ റിലേറ്റീവ് അഡ്രസ്സ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മുടെ ES ടാബിൽ എൻഡ് A ഉണ്ടോ എന്ന് നോക്കും. ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? എൻഡ് Aനെയും നമ്മുടെ ES ടാബിലേക്ക് ഇൻസേർട്ട് ചെയ്യും. എൻഡ് Aനെ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ റിലേറ്റീവ് അഡ്രസ് 54 ആണ്. അപ്പം എന്ത് ചെയ്യും? ആക്ച്വലി ഈ പ്രോഗ്രാം Aനെ ലോഡ് ചെയ്തിരിക്കുന്നത് ഇപ്പം CS അഡ്രസ് 4000-ലാണ്. അപ്പോൾ 4000 പ്ലസ് 54-യും അപ്പം 4054 ആയിരിക്കും ഇതിൻ്റെ ആക്ച്വൽ അഡ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും സ്റ്റോർ. ഓക്കെ, ഇനി നോക്കി വീണ്ടും ഇവിടെ വരും ഫോർ ഈച്ച് സിമ്പിൾ ഇൻ ദ റെക്കോർഡ്. ഇനി ഇവിടെ സിമ്പിൾ ഉണ്ടോ? ഇല്ല, 2 സിമ്പിളിനെ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ, വേറെ സിമ്പിൾ ഒന്നുമില്ല. ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് കിടക്കും അല്ലേ. ഇനി എന്താണ്? എൻഡ് റെക്കോർഡ് വരെ ഇത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യും? പോകും. എൻഡ് റെക്കോർഡ് വരെ പോകും. കാരണം ഇവിടെ നമ്മൾ ഹെഡർ റെക്കോർഡും ഡിഫൈൻ റെക്കോർഡും മാത്രമേ പാസ് വണ്ണിൽ കൺസിഡർ ചെയ്യുന്നു. ഈ എൻഡ് റെക്കോർഡ് ആകുമ്പോഴത്തേനും എന്ത് ചെയ്യും? ആഡ് CS ലെങ്ത് ടു CS അഡ്രസ്. ഇനി എന്താ ചെയ്യുന്നത്? ഇനി അടുത്ത കൺട്രോൾ സെക്ഷൻ പ്രോഗ്രാം Bയുടെ അഡ്രസ്സ് കണ്ടുപിടിക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ CS അഡ്രസ് 4000-ന്റെ കൂടെ എന്ത് ആഡ് ചെയ്യും? ആ പ്രോഗ്രാം Bയുടെ ലെങ്ത് ആഡ് ചെയ്യും. പ്രോഗ്രാം Bയുടെ ലെങ്ത് എത്രയാണ്? 63 ആണ് അല്ലേ. അപ്പം 4063 ആയിരിക്കും പ്രോഗ്രാം B അല്ലെങ്കിൽ നെക്സ്റ്റ് കൺട്രോൾ സെക്ഷൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്. അതിനെയും പാസ് വണ്ണിൽ കാൽക്കുലേറ്റ് ചെയ്യും. എൻഡ് ചെയ്യും. ഓക്കെ, ഇനി വീണ്ടും എന്താണ്? നമ്മുടെ പ്രോഗ്രാം Bയുടെ ഒബ്ജക്റ്റ് പ്രോഗ്രാമിലും ഈ പാസ് വൺ നടത്തണമല്ലോ. അപ്പം പ്രോഗ്രാം Bനെ എന്ത് ചെയ്യും? ലോഡ് ചെയ്യും. ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ CS അഡ്രസ്സ് എത്രയായിരിക്കും? 4013 ആയിരിക്കും.
അപ്പോൾ അതും നോക്കും. അതിൻ്റെ ഹെഡർ കോഡിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ എടുക്കും. പ്രോഗ്രാം ബി അതിൻ്റെ അഡ്രസ്സും നമ്മുടെ ES ടാബിൽ സ്റ്റോർ ചെയ്യും. അതുപോലെ പ്രോഗ്രാം ബിയുടെ ഡിഫൈൻഡ് റെക്കോർഡിൽ എന്തൊക്കെയാണോ ഉള്ളത് ആ സിമ്പിൾസിനെയും വിത്ത് അതിൻ്റെ ആക്ച്വൽ അഡ്രസ്സും ഇവിടെ സ്റ്റോർ ചെയ്യും. പിന്നെ അടുത്ത കൺട്രോൾ സെക്ഷൻ്റെ അഡ്രസ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യും. അടുത്ത കൺട്രോൾ സെക്ഷനും അതിൻ്റെ അഡ്രസ്സും ES ടാബിൽ സ്റ്റോർ ചെയ്യും. അതിൻ്റെ എല്ലാ സിമ്പിൾസിനെയും വിത്ത് ആക്ച്വൽ അഡ്രസ്സ് ES ടാബിൽ സ്റ്റോർ ചെയ്യും. അപ്പം ഈ ഒരു പാസ് 1 എല്ലാ ഒബ്ജക്റ്റ് പ്രോഗ്രാമിലും പെർഫോം ചെയ്ത് കഴിയുമ്പോൾ ലോഡ് മാപ്പ് ആയിരിക്കും കിട്ടുക. ലോഡ് മാപ്പ് എന്നാന്ന് കണ്ടല്ലോ. ഓക്കെ, അപ്പം ഈ പാസ് 1 കഴിയുമ്പോഴത്തേനും എല്ലാ എക്സ്റ്റേണൽ സിമ്പിൾസിനും അഡ്രസ്സ് അസൈൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, പാസ് 1 ക്ലിയർ ആയെന്ന് കരുതുന്നു. നമുക്ക് പാസ് 2 അടുത്ത ക്ലാസ്സിൽ